ഓം തത്സത്. ശ്രീനാരായണ പുരുഷോത്തമ ഗുരുതു സിദ്ധ ബുദ്ധ തു സ്കന്ദ വിനായക സവിതാ പാവകതു ബ്രഹ്മമസഹദയഃ വശക്തിതു യേശു പിതാ പ്രഭുതു രുദ്ര വിഷ്ണുതു രാമകൃഷ്ണതു രഹീമതാതു വാസുദേവതു വിശ്വരൂപതു ചിദാനന്ദ ഹരിതു അദ്വിതീയതു അകാല നിർഭയ ആത്മലിംഗ ശിവതു സവിതാ പാവകതു രഹീമതാവോതു. ഓം തത്സത്. നമസ്കാരം. ജയ് ഗുരു. എല്ലാവർക്കും ഈ സന്ധ്യയിലേക്ക്, ഈ ബാവുൾ പാട്ടുകളുടെ സന്ധ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ബാവുൾ പാടുന്ന ഇടങ്ങളിൽ തമ്മിൽ കാണുമ്പം അഭിസംബോധന ചെയ്യുന്നൊരു വാക്കാണ് ജയ് ഗുരു, ഗുരു ജയിക്കട്ടെ എന്ന്. അപ്പം അത്രയും വിശാലമായിട്ടുള്ളൊരു അഭിസംബോധന എൻ്റെ യാത്രയിൽ എവിടെയും കണ്ടിട്ടില്ല. അത്ര വിലപ്പെട്ട ഒരു വാക്ക് ജയ് ഗുരു എന്നുള്ളത്. അപ്പം ഗുരു ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സന്ധ്യയുടെ നിശബ്ദതയിൽ ഏറ്റവും എന്താ പറയാ, തനിയേ ഉള്ളൊരു പാട്ട് പോലത്തെ ഒരു പാട്ടാണിത്, ഒരു പ്രാർത്ഥന. അതിവിടെ സത്യത്തില് ഈ ഒരു റോഡിന്റെ ഒച്ചയിലും ഒക്കെ ആണെങ്കിൽ പോലും അതിങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നതിൽ, കൂടിയിരുന്ന് അനുഭവിക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷം തോന്നുന്നു. ഗുരുവിന്റെ സാന്നിധ്യം നിറയെയുള്ള ഒരു ഇടവും ഒരു കൂട്ടായ്മയാണിത്. പല വേദികളുടെ ഇടയിലും പോകുമ്പോഴും പല കൂട്ടായ്മകളും പോകുമ്പം ആ ഒരു നനവ് ഉള്ളപ്പം, ആ ഒരു ഗുരുവിന്റെ വാക്ക്, ഗുരു എന്ന വാക്ക് തന്നെ അറിയാത്ത ഇടങ്ങളുണ്ട് സത്യത്തില് എന്ന് അറിയുമ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ വില വളരെയധികം മാനിക്കുന്നുണ്ട് ഞാന്. ഗുരു നടന്ന ഇടങ്ങള്, ആശ്രമം സ്കൂളിൽ ഗുരു ഇരുന്ന കസേര ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് വരുന്ന വഴിക്ക് സരിത പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ വലിയൊരു ആശ്വാസമാണ് സത്യത്തില്. നമ്മള് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, നമ്മുടെ പത്രങ്ങളിൽ കണ്ടാൽ തന്നെ അറിയാം എന്ത് മോഡേണിറ്റിയാ വന്നിട്ടുള്ളത്. പണ്ട് എങ്ങനെയോ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു, അതേപോലെ ഇന്ന് പല മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് നമ്മൾ അത് തന്നെ ചെയ്യുന്നു. ശരിക്കും മനുഷ്യൻ എന്ന സാധ്യതയ്ക്ക് എന്തെങ്കിലും മോഡേണിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഗുരുക്കന്മാർ നടന്ന ആ ഇടങ്ങള്, അവര് പറഞ്ഞ വാക്കുകള്, അവര് ജീവിച്ച് കാണിച്ച ആ മാതൃക, അത് മാത്രമേ ശരിക്കും നമുക്ക് അതിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ എന്ന് കൂടുതൽ അറിയുകയാണ്. അപ്പൊ ആ ഗുരുവിന്റെ വാക്കും ഗുരുവിന്റെ വഴികളും ഗുരു തന്നിട്ടുള്ള ആ വെളിച്ചവും കാത്തു വെക്കുന്ന ഒരിടത്ത് ഏറെ ധന്യതയോടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവർക്കും തന്നെ അറിയാവുന്ന ദൈവദശകം ഞാൻ ഏക്താരയോടൊപ്പം പാടി നോക്കുക. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണിവിൻ പദം. ഒന്നൊന്നായി എണ്ണി തൊട്ടെങ്ങും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ. ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും
സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും ഒഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദിനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക വാഴണം നിത്യം വാഴണം